താൻ ബറുദീസിൻ വേളിയിൽ പോവാൻ കാരണമെന്തെന്നാദാം താതൻ മക്കളെ നന്നായി ബോധിപ്പിച്ചു. മുന്നധികാരം നാണം കേടാൽ വന്നൊരു വീഴ്ച തോട്ട് തീന്നുള്ളു ചാടനമെൻ ഇവ വർണ്ണിച്ചു. ഒന്നാമത്തെ സ്റ്റാൻസ് അതാണ്. ആദാം താതൻ മക്കളെയൊക്കെ അരികെ വിളിച്ചിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയത്? എനിക്ക് മുൻപുണ്ടായിരുന്ന അധികാരം, നാണം കേടാൽ വന്ന വീഴ്ച, തോട്ടത്തിൽ നിന്നുള്ള എക്സ്പൽഷൻ, ഈ കാര്യങ്ങളൊക്കെ ആദാം പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റാൻസ് ആണ് ശ്രദ്ധേയം. അവിടെ പറയുകയാണ്, പാഞ്ഞു മരത്തെ പ്രാപിച്ചോര പാഴ്പാദങ്ങൾക്കില്ലവകാശം ദിവ്യപദത്തെ സ്പർശിച്ചിടാനേതൻ തോട്ടക്കനിയേന്തിയൊര കൈകൾക്കേതും യോഗ്യതയില്ല തിരുബലിയിന്മേൽ അർപ്പിച്ചിടാൻ. അങ്ങനെ ആ പാട്ട് പോകും. പറയുകയാണ്, പാഞ്ഞ് മരത്തെ പ്രാപിച്ച പാഴ്പാദങ്ങൾക്ക്, മോഹത്തിന്റെ ആ മരത്തിലേക്ക് ഓടിപ്പോയ പാഴ്പാദങ്ങൾക്ക് എന്തിനുള്ള അവകാശമില്ല? ദിവ്യപദത്തെ സ്പർശിക്കുവാനുള്ള അവകാശമില്ല. വീണ്ടും പറയുകയാണ്, ഏതൻ തോട്ടക്കനി ഏന്തിയ കൈകൾക്ക് തിരുബലിയിൽ അർപ്പിക്കുവാനുള്ള അവകാശമില്ല. ഇത് സ്ത്രീകളെ കുറിച്ച് പറയുന്നതാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുക്കരുത് എന്നുള്ളത് സമർത്ഥിക്കുവാൻ ഉപയോഗിക്കുന്നതാണെന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ചിന്തയിൽ ഞാൻ എപ്പോഴും സത്യം പറയാം, ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ചങ്കടിക്കാതെ ഇത് പാടാറില്ല. ഞാനവിടെ വിചാരിക്കുന്നത് എന്നെക്കുറിച്ചാണ് പറയുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും പല മോഹവൃക്ഷങ്ങളിലേക്കും നീ പാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ദിവ്യപദത്തെ സ്പർശിക്കുവാനുള്ള അവകാശമില്ല. നിന്റെ ജീവിതത്തിൽ ഏതൻ തോട്ടക്കനികൾ നീ ഏന്തിയിട്ടുണ്ടെങ്കിൽ തിരുബലിയിൽ അർപ്പിക്കുവാനുള്ള അർഹതയില്ല. സ്നേഹിതരെ, പൗരോഹിത്യത്തിന്റെ പ്രാഥമികമായ ധർമ്മമാണ് ഞാൻ അർപ്പിക്കുന്ന കുർബാന, ഞാൻ അർപ്പിക്കുന്ന ബലി ഊനമില്ലാത്തതാകണമെന്ന്. അച്ഛാ, ഇത് വൈദിക മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകും. സ്നേഹിതരെ, ഒരു ചോദ്യത്തിനും കൂടെ നാം ഉത്തരം നൽകണം. ആരാണ് പുരോഹിതൻ? ആരാ പുരോഹിതൻ? നമുക്ക് പലപ്പോഴും പുരോഹിതൻ, പൗരോഹിത്യം, ഇപ്പൊ ഞാൻ ചോദിച്ചു ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? നിങ്ങളുടെ മനസ്സിൽ വന്നത് തമ്പി അച്ഛന്റെ പേരോ, ടിജോ അച്ഛന്റെ പേരോ, അച്ഛന്റെ പേരോ, എന്റെ പേരോ ഒക്കെയാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുൻപിൽ നിന്ന് നയിക്കുന്ന ആളുകൾ, അഭിഷിക്തരായ പുരോഹിതരെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തുകൊള്ളണം, സഭയിൽ രണ്ടു തരം പൗരോഹിത്യങ്ങളുണ്ട്. സഭയിൽ there are two types of priesthood. അതിൽ ഒന്നാമത്തെ പൗരോഹിത്യം ഒരു പൊതു പൗരോഹിത്യമാണ്, ഒരു ജനറൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്. 1 പത്രോസ് 2:9 എന്തെന്നോ പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും, രണ്ടാമത്തെ വാക്ക് രാജകീയ പുരോഹിത വർഗവും. പത്രോസ് ശ്ലീഹായുടെ ലേഖനം ഒരു പൊതുലേഖനമാണ്. പൗലോസ് തീമോത്തിയോസിന് എഴുതിയതുപോലോ തീത്തോസിന് എഴുതിയതുപോലോ അഭിഷേകം ചെയ്യപ്പെട്ട ഒരാൾക്ക് എഴുതിയതല്ല. ഇറ്റ്സ് എ ജനറൽ എപ്പിസൽ. എല്ലാ സഭകൾക്കുമായി, സകല വിശ്വാസികൾക്കുമായിട്ടും എഴുതിയതാണ്. അങ്ങനെ എഴുതുമ്പോൾ പത്രോസ് പറയുകയാണ്, നീയോ, ഓരോരുത്തരോടും പറയുകയാണ്, നീയോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം യു ആർ an elected race, തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി. രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. സ്നേഹിതരെ, വിശുദ്ധ മാമോദീസ ഏറ്റ് സഭയിലേക്ക് ചേർക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഈ പൊതു പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. മറന്നുപോകരുത്. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയിലും കാർമികൻ ചൊല്ലിയത്, ഞാൻ നിനക്കും നിന്റെ പിതാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു എന്നാണോ? അങ്ങനെയാണോ ചൊല്ലിയത്? അല്ല.
ഞങ്ങളെന്നാണ് ചൊല്ലിയത്. ഒരു പ്ലൂറൽ യൂസേജ് ആണ്, ബഹുവചനത്തിലാണ്. സഭയാണ് ഈ പൗരോഹിത്യ ഗണം. പുരോഹിതൻ കാർമ്മികനായി ആദ്യത്തേത് പൊതുപൗരോഹിത്യമാണെങ്കിൽ രണ്ടാമത്തെ ഗണം അതൊരു അനോയിന്റഡ് പ്രീസ്റ്റ്ഹുഡ് ആണ്, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിത ഗണമാണ്. ഈ അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതൻ സഭയാകുന്ന പുരോഹിത ഗണത്തിനു വേണ്ടി പ്രധാന കാർമ്മികനായി നിൽക്കുന്നുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്നേഹിതരെ, പുരോഹിതരാണ്, പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹം എന്ന് മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ഇനിയും ചിന്തിക്കേണ്ട ചോദ്യം ഇത്ര മാത്രം: ദൈവമേ, പൊതു പൗരോഹിത്യ ഗണത്തിൽപ്പെട്ട പുരോഹിതനായ ഞാൻ ദൈവസന്നിധിയിൽ കഴിക്കുന്ന എന്റെ യാഗങ്ങൾ ഉത്തമയാഗങ്ങളായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കുറച്ചും കൂടെയൊക്കെ ലളിതമായിട്ട് പറഞ്ഞാൽ, സ്നേഹിതരെ, ഹാബേലിന്റെ കുഞ്ഞാട് ഒരു വലിയ സൂചനയാണ്. എന്തിന്റെ സൂചനയാണെന്നോ? എന്റെയും നിങ്ങളുടെയും ഒക്കെ ദൈവബന്ധത്തിന്റെ സൂചനയാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ദൈവബന്ധത്തിന്റെ സൂചനയാണ്. ആർ യു ട്രൂലി റിലേറ്റഡ് ടു യുവർ ഗോഡ്? സത്യമായും യഥാർത്ഥമായും നിഷ്കളങ്കമായ ഒരു ബന്ധം നിനക്ക് നിന്റെ ദൈവവുമായി നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഹാബേൽ ഈ ഉത്തമയാഗം അർപ്പിച്ചപ്പോൾ അവന്റെ പരിസരങ്ങൾ ആദമും ഹൗവയും കയീനും, ഇവരാണെന്ന് ജീവിച്ചിരുന്ന മറ്റു മനുഷ്യർ, ഇവരൊക്കെ ദൈവ നിഷേധത്തിന്റെ വക്താക്കളായിരുന്നു. അവരുടെ മധ്യത്തിലാണ് ഈ ഉത്തമയാഗം അർപ്പിക്കുവാൻ ഹാബേലിന് ധൈര്യമുണ്ടാവുന്നത്. നമുക്ക് നമ്മുടെ പരിസരങ്ങളെ കൂസാതെ ഒരു ഉത്തമയാഗം ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് ചോദ്യം. രണ്ട് വാക്കുകൾ ഹാബേലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓർക്കാറുണ്ട്. ഹാബേലിന്റെ ഭക്തി അതൊരു നിഷ്കളങ്ക ഭക്തിയായിരുന്നു. ഹാബേലിന്റെ ഭക്തി ഒരു അൺകണ്ടീഷണൽ ഭക്തിയായിരുന്നു, ഉപാധികളില്ലാത്തൊരു ഭക്തിയായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ കുറിച്ചു. ശരിക്കും നമ്മളൊക്കെ ആത്മീയരാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ പള്ളിയിൽ വരികയും ഒക്കെ ചെയ്യുക. ശരിക്കും നമ്മുടെ ഈ ആത്മീയതയുടെ കാരണം എന്താ? എന്തുകൊണ്ടാണ് നമ്മൾ ആത്മീയരായിരിക്കുന്നത്? നമ്മളൊക്കെ അങ്ങനെ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഞാനിങ്ങനെ 2-3 കാരണങ്ങൾ ചുമ്മാ തമാശ തോന്നിയതുകൊണ്ട് കുറിച്ചതാണ്. ഞാൻ ഒന്നും കുറിച്ച് ഇങ്ങനെയാണേ, പലപ്പോഴും നമ്മൾ ആത്മീയരാകുന്നത് പേടിച്ചിട്ടാണ്, അല്ലെ? ഭയത്തിൽ നിന്നുള്ളൊരു ആത്മീയതയാണ്. അയ്യോ, പള്ളിയിൽ പോയില്ലെങ്കിൽ, നോമ്പ് നോറ്റില്ലെങ്കിൽ, ഉപവസിച്ചില്ലെങ്കിൽ, വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന അപജയങ്ങൾ, ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ. നമ്മൾ പിള്ളേരുടെ പറയാം, പള്ളിയിൽ പോടാ, നീ ഇങ്ങനെ നടന്നു, അല്ലേ? പള്ളിയിൽ പോയില്ലെങ്കിൽ നിനക്ക് വലുത് വരാൻ പോകുന്നു. ഭയത്തിൽ നിന്നുള്ളൊരു ആത്മീയത നമുക്കുണ്ട്. 2 ഞാൻ കുറിച്ചത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. 1 പോയില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ ഓർത്താണെങ്കിൽ, 2 പോയാൽ ലഭിക്കുന്ന ഗുണങ്ങളെ ഓർത്താണ്. നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലേ? പള്ളിയിൽ പോയാൽ കിട്ടുന്ന ഗുണങ്ങൾ. ഞാൻ മുമ്പൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ഞാൻ കുറേ കാലം മുമ്പ് ഒരു പള്ളിയിൽ ഇരുന്നപ്പോൾ അവിടെ ഒരു മോനുണ്ടായിരുന്നു. കേട്ടിട്ടുള്ളവർ ക്ഷമിക്കണം കേട്ടോ. ഇത് അമ്പിയോച്ചനൊക്കെ എന്നെ കുറച്ച് പ്രസംഗം അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ളത്, അതുകൊണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു ക്ഷമിക്കണമെന്ന് പറഞ്ഞത്. ഒരു മോനുണ്ടായിരുന്നു, കുറേ വർഷങ്ങളായി. അവനിപ്പം പഠിച്ച് വലിയ ആളൊക്കെ കാണും. നല്ല പയ്യനാണ്. അന്ന് +1 പഠിക്കുകയാണ് അവൻ. മറ്റു കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാണ്. പ്രശ്നം ഇത്രയുള്ള, അവൻ ഞായറാഴ്ച പള്ളി വരത്തില്ല. അവൻ പറയുന്ന ലോജിക്ക് ഇതാണ്: ആഴ്ച 5 ദിവസം സ്കൂളിൽ പോകണം, ശനിയാഴ്ച എന്നെ ട്യൂഷൻ എന്നും പറഞ്ഞു വിടും. ആകെ എനിക്കൊന്ന് ഉറങ്ങാൻ കിട്ടുന്ന ദിവസം, നമ്മുടെയൊക്കെ മക്കൾ വീട്ടിൽ പറയുന്ന അതേ ഡയലോഗ് തന്നെ, ആകെ ഉറങ്ങാൻ കിട്ടുന്നൊരു സമയം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച തള്ളി പള്ളി വിടും എന്നൊക്കെ അവൻ പള്ളി വരികയല്ല. അപ്പനും അമ്മയൊക്കെ ആവുന്ന നോക്കി വികാരി വെച്ചിരുന്ന നിലയ്ക്ക് എന്നോടും വന്ന് പറഞ്ഞു. ഞാനും പോയി കുറേ വേദം ഓതി. ഇവനെല്ലാം തലകുലിക്ക് സംഭവിക്കും, വരാച്ചാന്ന് വരികയല്ല. അങ്ങനെ ഇരിക്കെ കുറേ നാൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ പള്ളിയിൽ അന്ന് രാത്രി നമസ്കാരമുണ്ട്. ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ മോൻ പള്ളി നിൽക്കുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ ഉള്ളിലെ വികാരി അങ്ങ് ഉണർന്നു, അല്ലേ? നമ്മൾ ചെയ്തൊരു കാര്യം വിജയിച്ചല്ലോ. അപ്പം ഭക്തിയോടെ നിൽക്കുന്നു. ഹൂസയെ കൊടുക്കാനായിട്ട് തിരിഞ്ഞു ചെന്നപ്പോൾ ഏറ്റവും മുൻപിൽ നമ്മുടെ മോനുണ്ട്. ഹൂസയെ പ്രാപിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. കൈമുത്തിന്റെ സമയമായപ്പോൾ ഞാൻ ഓർത്ത് ഇവനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, നല്ലതായിരിക്കുന്നു എന്നൊക്കെ പറയണമല്ലോ. അപ്പൊ ഇവനെ കാണണമെന്നൊരു ഞാൻ നിൽക്കുമ്പോൾ ഇവൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ കൊള്ളാം കേട്ടോ, നന്നായിരിക്കുന്നു, ഇന്നത്തേതുപോലെ എല്ലാ ദിവസവും വരണം. ഓക്കെ അച്ഛാ, വരാം അച്ഛാ, ശരി. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരി അച്ഛാ, ഇതൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ വരവിന്റെ മുഴുവൻ കുട്ടൻസ് എനിക്ക് കിട്ടിയ അന്നേരമാണ്. ഈ TS എലിയറ്റ് എന്നും പറഞ്ഞൊരു കവിയുണ്ട് ഇംഗ്ലീഷില്.
അദ്ദേഹത്തിന്റെ വേസ്റ്റ് ലാൻഡ് എന്നും പറഞ്ഞ് ലിറ്ററേച്ചർ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടൊരു കവിതയുണ്ട്. തുടങ്ങുന്നത് ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ടാണ്. ഏപ്രിൽ മാസമാണ് വർഷത്തിലെ ഏറ്റവും ക്രൂരമായ മാസം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏപ്രിൽ അല്ല, ഏത് മാസം? ക്രൂരമായ മാസം. മാർച്ച് മാസമാണ് ക്രൂരമായ മാസം, അല്ലേ? ഇവൻ എൻ്റെ കയ്യിലേക്ക് നീട്ടി എന്താണെന്ന് അറിയാമോ? എന്തായിരിക്കും? നമുക്കറിയാം, ഒരു കിട്ട് പേനയെ എൻ്റെ കയ്യിലേക്ക് നീട്ടിയത്. ഇവന്റെ ഈ മൊത്തം കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായതാണ്. ഇവനോട് ആരോ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയും ജീവിക്കാം, പക്ഷെ അല്ലേ പള്ളിയിലൊന്നും പോകണമെന്നൊന്നുമില്ല, പക്ഷെ പരീക്ഷയാവുമ്പോ എന്ത് ചെയ്യണം? പള്ളിയിൽ പോകണം, കുർബാന കൊള്ളണം. അതിന്റെ ഏറ്റവും പുതിയ മാരക വേർഷനാണ് ഏത്? പേന പ്രാർത്ഥന. ഈ പരീക്ഷ എഴുതാൻ പോകുന്ന പേനയും കൂടെ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. ഇല്ല, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെയാണ്. ഈ പ്രാർത്ഥിച്ച പേന കൊണ്ട് പേപ്പറെ വെച്ചാൽ മതി, പഠിച്ചില്ലേലും കുഴപ്പമില്ല. ഷുറൂന്നും പറഞ്ഞിട്ട് ആൻസർ ലൈങ് വന്നോളും. പേന പ്രാർത്ഥിക്കാൻ തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഇനിയും പറഞ്ഞേക്കരുത് അച്ഛൻ വന്നിട്ട്. പക്ഷെ സ്നേഹിതരെ, എങ്ങനെയും ജീവിക്കാം, നിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ നിനക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരാളാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്നത് truly it's a distorted spirituality. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഓർത്തപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ, നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയതയാണ്. മൂന്നാമത് ഞാൻ എഴുതിയത് ചുമ്മാ രസം തോന്നി കുറിച്ചാണ്, സംഘബോധത്തിൽ നിന്നുള്ളൊരു ആത്മീയതയുണ്ട്. ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ ചാപ്പല്, ഞങ്ങളുടെ കൺവെൻഷന്, ഞങ്ങളുടെ പെരുന്നാള്, അത് വിജയിപ്പിക്കേണ്ടത് ആരുടെ ജോലിയാണ്? ഞങ്ങളുടെ ജോലിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പള്ളി ഞങ്ങൾ പോവും, അല്ലേ? സംഘബോധത്തിൽ നിന്നുള്ള ഒരു ആത്മീയതയാണ്. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം ആത്മീയതയുടെ വിവിധ വശങ്ങളാകാം. പക്ഷേ സ്നേഹിതരെ, ഇതിനൊക്കെ അപ്പുറത്ത് ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു കൃത്യമായ ആത്മീയത. മുമ്പേ പറഞ്ഞ വാക്കാണെങ്കിൽ, ഉപാധികളില്ലാത്ത ഒരു ആത്മീയത, ഒരു യാഗം നിനക്കർപ്പിക്കുവാൻ സാധിക്കുമോ? സ്നേഹിതരെ, ഓർത്തു വെക്കണം, ഓരോരുവന്റെ ജീവിതത്തിലും ചില ബലിപീഠങ്ങളുണ്ട്. ബലിപീഠം ദേവാലയത്തിൽ മാത്രമല്ല, വിശുദ്ധ ദേവാലയത്തിൽ മാത്രമുള്ള ഒന്നല്ല ബലിപീഠം. ഓരോ ഭവനത്തിലും ഒരു ബലിപീഠമുണ്ട്, ഓരോ ഹൃദയത്തിലും ഒരു ബലിപീഠമുണ്ട്. സ്നേഹിത, അവിടെ നീ അർപ്പിക്കുന്ന ഈ യാഗം, അതിനെ പകരം വെക്കാനില്ലാത്ത ഒന്നായി, ഒരു ഉത്തമ യാഗമായി ദൈവസന്നിധിയിലേക്കൊന്ന് അർപ്പിക്കുവാൻ സാധിക്കുമോ? ജീവിതത്തിന് എപ്പോഴും രണ്ട് ഘട്ടങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. സന്തോഷത്തിനൊരു ഘട്ടവുമുണ്ട്, സങ്കടത്തിനൊരു ഘട്ടവുമുണ്ട്. ഇത് രണ്ടുമില്ലാതെ ഒരു ജീവിതവുമില്ല. പലപ്പോഴും ഇന്ന് നമ്മളൊക്കെ ആത്മീയരാവുന്നത് ഈ സങ്കട നിമിഷങ്ങളിൽ മാത്രമാണ്. സങ്കടമോ പ്രയാസമോ ദുഃഖമോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വളരെ ആത്മീയരാണ്. എന്നാൽ അതിനപ്പുറത്ത് ജീവിതത്തിൽ സ്ഥിരതയുള്ള ഒരു ആത്മീയത കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുമോ? ഈ അടുത്ത നാളുകളിൽ കേട്ടൊരു കഥ, ഒരു തിരുമേനി പറഞ്ഞു കേട്ട കഥയാണ്. കഥ ഇങ്ങനെയായിരുന്നു, രസകരമായിട്ട് തോന്നിയത് കൊണ്ട്, ഉചിതമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. തിരുമേനി പറഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു. ഒരിടത്തൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ഒരു കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു. അയാള് ഒരു ഉല്ലാസ നൗക ഓടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഉല്ലാസ നൗകയിൽ എന്നും അയാൾ അടുത്തുള്ള ഒരു ദ്വീപിലേക്ക് യാത്ര പോകും. അതിന്റെ ക്യാപ്റ്റനാണ്. ഒരുപാട് സന്ദർശകർ ഈ കപ്പലിൽ കടന്ന് ആ ദ്വീപിലേക്ക് പോകും. അവിടെ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ തിരികെ വരികയും ചെയ്യും. ഈ യാത്രയ്ക്ക് മുൻപ് ഇയാൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. കുറേ സമയം നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇയാൾ ഈ യാത്ര തുടങ്ങിയുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ചില വിദ്യാർത്ഥികളൊക്കെ ഇതിൽ പങ്കെടുക്കുവാൻ ഈ യാത്രയിൽ കപ്പലിൽ യാത്ര ചെയ്യാനായിട്ട് വന്നു. ഒരു ഗ്രൂപ്പായിട്ട് അവർ വന്നതാണ്. ഈ മനുഷ്യൻ പ്രാർത്ഥന തുടങ്ങിയിട്ട് പ്രാർത്ഥന തീരുന്നില്ല. നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് സ്വാഭാവികമായിട്ടും ചില നേരം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും അസ്വസ്ഥരാകുമല്ലോ. ഇത്രയും നേരം എന്തിനാ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചോദിക്കാറുണ്ട് പലപ്പോഴും, അല്ലേ? അപ്പൊ ഇവര് വന്ന് പറഞ്ഞു, കൈൻഡ്ലി സ്റ്റോപ്പ് പ്രേയിങ്, ലെറ്റ്സ് മൂവ്, ഇറ്റ്സ് ടൈം. അല്ല, ഞങ്ങളുടെ സമയം നഷ്ടമാവുന്നു, അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ, കൈൻഡ്ലി സ്റ്റോപ്പ് പ്രേയിങ് എന്ന് പറഞ്ഞു, പ്രാർത്ഥന നിർത്താൻ പറഞ്ഞു. ഈ മനുഷ്യൻ കുറച്ചു നേരം കൂടെ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിർത്തി കപ്പൽ യാത്രയായി. കടലിൽ കൂടെ, ശാന്തമായ കടലിൽ കൂടെ യാത്രയായി. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ കടൽ വല്ലാതെ പ്രക്ഷുബ്ധമായി. വലിയ തിരമാലകൾ ഉണ്ടായി, കാറ്റടിച്ചു. അകത്തുണ്ടായിരുന്ന യാത്രികരെല്ലാവരും പേടിച്ചു. ഈ വിദ്യാർത്ഥികൾ ഓടിച്ചെന്ന് ഈ മനുഷ്യനോട് പറയുകയാണ്, The sea is getting rough, kindly pray. കടൽ വല്ലാതെ പ്രക്ഷുബ്ധമാവുന്നു, ദയവായിട്ടൊന്ന് പ്രാർത്ഥിക്കൂ. സ്നേഹിതരെ, ഈ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി ശ്രദ്ധേയമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഈ മനുഷ്യൻ പറയുകയാണ്, I'll pray only when the sea is calm. I pray only when the sea is calm. I need to control the ship when the sea is rough. ശാന്തമായ കടലിൽ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുവാനല്ല സമയം,
എനിക്ക് ഈ കപ്പലിനെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹിതരെ, ഇത് നമ്മുടെ ജീവിതത്തിലും ഒരാപ്തവാക്യമായിട്ട് നമുക്ക് വെക്കാം. ജീവിതത്തിന്റെ ശാന്തതയുടെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളിൽ സ്നേഹിത, ഒരു ഉത്തമ യാഗാർപ്പകനായി മാറുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഹാബേൽ മുൻപിലേക്ക് വെക്കുന്ന ചോദ്യം. ആ ബലം കൊണ്ടാണ് ജീവിതത്തിലെ സങ്കട നിമിഷങ്ങളിൽ ജീവിതത്തെ കൃത്യമായിട്ട് മുൻപോട്ട് നയിക്കേണ്ടത് എന്ന പാഠം ജീവിതത്തിൽ എഴുതിയിടണം. ഞാൻ ഒന്നാമത്തെ കുറിപ്പിനെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹാബേലിന്റെ കുഞ്ഞാട് അതൊരു വലിയ സൂചനയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാനും നിങ്ങളും നമ്മളിലെ പുരോഹിതൻ, നമ്മളൊക്കെ പൗരോഹിത്യത്തിന്റെ അവകാശികളാണ്. നമ്മളിലെ പുരോഹിതൻ നമ്മുടെയൊക്കെ ബലിപീഠങ്ങളിൽ, അത് ദേവാലയത്തിലെ ബലിപീഠമാകാം, ഹൃദയത്തിലെ ബലിപീഠമാകാം, കുടുംബത്തിലെ ബലിപീഠമാകാം, പ്രാർത്ഥനാ ഇടങ്ങളിലെ ബലിപീഠമാകാം. സ്നേഹിത, നിന്റെ ദൈവബന്ധം, നീ അർപ്പിക്കുന്ന ആ ബലി ഒരു ഉത്തമയാഗമാകുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദ്യം. നമുക്ക് ഉത്തമ യാഗാർപ്പകരായി മാറാം. ഹാബേലിന്റെ കുഞ്ഞാട് ഒരു മാതൃകയായി നിൽക്കുകയാണ്. ഹാബേലിന്റെ കുഞ്ഞാട് ഉത്തമ യാഗാർപ്പകന്റെ കുഞ്ഞാടാണ്. രണ്ടാമത്തെ പ്രതിപാദ്യ വിഷയം ഹാബേലിന്റെ കുഞ്ഞാട് കഴിഞ്ഞാൽ ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ച. ആരാണ് ഈ നോഹ? ആരാ നോഹ? നോഹ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മോനെ ആരാ നോഹ? നോഹ എന്തോ ഉണ്ടാക്കി? എന്താ ഉണ്ടാക്കി? കപ്പലുണ്ടാക്കി. വെരി ഗുഡ്. നോഹ ഒരു വലിയ വലിയ കപ്പലുണ്ടാക്കി. നമ്മൾ അതിനെ പറയുന്ന പേര് പെട്ടകം എന്നാണ്. ഒരു പെട്ടകം എന്തോ തടിയും കൊണ്ട് ഉണ്ടാക്കിയെന്നറിയാമോ? അറിയോ? വെരി ഗുഡ്. ഗോഫർ മരം കൊണ്ട് നോഹ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കി. അതാണ് നമ്മൾ കഥ അല്ലേ? പെട്ടകം, ജലപ്രളയം, ഇതൊക്കെയാണ് നോഹയെ കുറിച്ച് പറയുമ്പോൾ ഓടി വരുന്ന ചിന്തകൾ. ഒരു ദിവസം നോഹ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യഹോവ വിളിച്ചടാ, നോഹേ നീ എന്ത് ചെയ്യണം? നീ പോയി ഒരു പെട്ടകം പണിയണമെന്ന് പറഞ്ഞു. ഈ നോഹ കേട്ട പാതി കേൾക്കാത്ത പാതി കുറെ ഗോഫർ തടി എടുത്തുകൊണ്ട് പോയിട്ട് പെട്ടകം പണിയാൻ പോയി. വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും പൊതുവെ പറയപ്പെടുന്ന ഒരു 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 പാരമ്പര്യമാണ് ഈ നോഹ പെട്ടകം പണിത് ഒരു മലയുടെ മുകളിലാണെന്നാണ് പറയുന്നത്. നോഹ പെട്ടകം പണിത് ഒരു മലയുടെ മുകളിലാണ്. അപ്പൊ കണ്ടവരൊക്കെ പറഞ്ഞു, മണ്ടൻ, മരമണ്ടൻ, ഇവൻ എന്നെ കാണിക്കുന്നത്. ഇവിടെ ലോകത്ത് ആരെങ്കിലും കാണിക്കുന്ന പരിപാടിയാണോ മലയുടെ മുകളിൽ പോയിട്ട് കപ്പൽ പണിയുന്നത്? കപ്പൽ പണിയുമ്പോ എവിടെ പണിയണം? പാറപ്പുറത്ത് പണിയണം എന്ന് പറഞ്ഞേ. എവിടെ പണിയണം? വെള്ളമുള്ളിടത്ത് പണിയണം. പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് തള്ളിയാൽ വെള്ളത്തിലേക്ക് ഇറങ്ങണം അല്ലേ? പക്ഷെ നമുക്കറിയാം കഥ. നോഹയുടെ പെട്ടകത്തിന് വെള്ളത്തെ തേടി പോകേണ്ടി വന്നില്ല. വെള്ളം നോഹയുടെ പെട്ടകത്തെ തേടി ഇങ്ങോട്ട് വന്നു. പോട്ടെ, ഈ പെട്ടകത്തിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ പെട്ടകത്തിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? നോഹയുണ്ടായിരുന്നു, വേറെ ആരുമില്ലേ? നോഹയുടെ ഭാര്യയുണ്ട്, നോഹയുടെ 3 മക്കളുണ്ട്, പിന്നെ ഞങ്ങൾ പറയച്ച ഞങ്ങൾക്ക് അറിയാം ഇല്ലയോ? നോഹയുടെ 3 മക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. പത്രോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാല് ആ പെട്ടകത്തിൽ സ്വൽപ്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇത് എന്തിനു മുൻകുറി? ഇത് സ്നാനത്തിനൊരു മുൻകുറി എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. പോയിക്കൊള്ളട്ടെ, 8 പേര്, 8 മനുഷ്യരുണ്ട് അകത്ത്. പിന്നെ ആരുണ്ട്? ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും നീ ചോദ്യം ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാ ചോദിക്കുന്നത് കേട്ടോ. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 2 മാറ്റമുണ്ടോ? ഹോംവർക്ക് ഉണ്ടേ. ആണും പെണ്ണുമായിട്ട് 2 വീതം പെട്ടകത്തിനകത്ത് കയറി എന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്ത അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 വീതവും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2 വീതവും ജീവരക്ഷയ്ക്കായിട്ട് കയറിയെന്ന്. ഇത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തമ്പിച്ചനോടൊന്നും പറയണം. അതാ ഹോംവർക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ. പോട്ടെ, എന്തായാലും അങ്ങനെ കുറെ ജീവജാലങ്ങൾ, എല്ലാറ്റിന്റെയും പ്രതിനിധികൾ പെട്ടകത്തിനകത്ത് കയറി. വെള്ളം പൊങ്ങി. എത്ര ദിവസം ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കം? എത്ര ദിവസം ഉണ്ടായിരുന്നു? 40 രാവും 40 പകലും മഴ പെയ്തു. വെള്ളപ്പൊക്കം 150 ദിവസം വെള്ളം പൊങ്ങി. എന്നിട്ട് വെള്ളപ്പൊക്കം തീർന്നില്ല, വെള്ളം പൊങ്ങി. സ്നേഹിതരെ പറയുന്നു, നോഹയുടെ ആയുഷ്കാലത്തിന്റെ 600-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതിയാണ് മഴ പെയ്തു തുടങ്ങിയത്. ഈ പെട്ടകം ഉറച്ചു എന്നോ നോഹയുടെ സംവത്സരത്തിന്റെ 601-ാം വർഷം 1-ാം മാസം എന്ന് പറഞ്ഞാൽ
ഏതാണ്ട് 1 വർഷമുണ്ടായിരുന്നു ജലപ്രളയം. 1 വർഷം മുഴുവനും നോഹയും ഈ കൂട്ടരും ഈ പെട്ടകത്തിനകത്ത് ഇങ്ങനെ നടക്കുകയാണ്. 1 വർഷത്തിന് ശേഷം ഈ പെട്ടകം, നമ്മുടെ കപ്പൽ അറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഇടയ്ക്ക് ഒത്തിരി കഥകളുണ്ട്, അതൊക്കെ നമുക്കറിയാം. അങ്ങനെ പെട്ടകം തുറന്ന് പുറത്തിറങ്ങിയ നോഹ പെട്ടകത്തിനകത്തുണ്ടായിരുന്ന ജീവികളിൽ ചിലതിനെ എടുത്ത് യഹോവയ്ക്കൊരു യാഗമർപ്പിച്ചു. ഈ യാഗമാണ് നോഹിനുടെ കാഴ്ചയെന്ന് പാട്ടുകാരൻ പാടി എബ്രായ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന നോഹയുടെ കാഴ്ച. 1 വർഷം നീണ്ട പ്രളയത്തിന് ശേഷം പെട്ടകം തുറന്ന് പുറത്തിറങ്ങിയ നോഹ അകത്തുണ്ടായിരുന്ന ജീവികളിൽ ചിലതിനെ എടുത്ത് യഹോവയ്ക്ക് അർപ്പിച്ച കാഴ്ചയാണ് നോഹയുടെ കാഴ്ച. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് ഈ സംഭവത്തെ നമുക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. എബ്രായർ 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഈ പഴയ നിയമ സംഭവത്തെ അതിമനോഹരമായി ലേഖനകർത്താവ് വ്യാഖ്യാനിക്കുകയാണ്. വായിക്കാമോ? വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് പറയുകയാണ്, തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. സ്നേഹിതരെ, കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർക്കുകയാണ് നോഹ. ഹാബേലിന്റെ കുഞ്ഞാട് ഉത്തമ യാഗാർപ്പകന്റെ കുഞ്ഞാടാണെങ്കിൽ നോഹയുടെ കാഴ്ച കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തവന്റെ കാഴ്ചയാണ്. ചേർത്ത് പറയുന്നു, ആ പ്രവർത്തനം വഴിയായി അവൻ ഈ ലോകത്തെ അങ്ങ് കുറ്റം വിധിച്ചു. ലോകത്തെ കുറ്റം വിധിക്കുന്നു, കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം ചമയ്ക്കുന്നു. കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തവന്റെ കാഴ്ച. നോവ എന്നുള്ള പേരിൽ ഒരു സിനിമയുണ്ട് ഇംഗ്ലീഷിൽ. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ കഥ തന്നെയാണ് ആ നോവ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും പരാമർശിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഈ കഥയെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. വേദപുസ്തകത്തിനകത്തും ഈ കഥയ്ക്കകത്തും ഒക്കെ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്തെന്നോ, നോഹ ജീവിച്ചിരുന്ന കാലം വളരെ വഷളായിരുന്ന, അധർമ്മങ്ങൾ നിറഞ്ഞിരുന്ന, എല്ലാ തരത്തിലുമുള്ള തിന്മകളുള്ള ഒരു കാലമായിരുന്നു. അതുകൊണ്ടാണല്ലോ നോഹയെ പരിചയപ്പെടുന്നത് നോഹ നിഷ്കളങ്കനും തന്റെ തലമുറയിൽ നേരുള്ളവനുമായിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം പരിചയപ്പെടുക. അപ്പോൾ വഷളായിരുന്ന ഒരു ലോകത്തിലാണ് ഈ നോഹ ജീവിക്കുന്നതും ഇങ്ങനെ പെട്ടകം തീർക്കുന്നതും. നോഹയുടെ മുൻപിൽ 2 വെല്ലുവിളികൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. എന്താണെന്നോ നോഹ ഇങ്ങനെ ഒരു കുടുംബസ്ഥനായിട്ട് ജീവിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിലാണ്, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു എന്നും പറഞ്ഞു. അതിന് വിശേഷം ഒരു കാരണം പറഞ്ഞു, ഞാൻ ആടുകളുടെ നല്ല വാതിലാകുന്നു എന്നും പറഞ്ഞു. അല്ലേ? ഞാൻ ആടുകളുടെ നല്ല വാതിലാകുന്നു. ഈ വാതിലിന്റെ ജോലി എന്നാ? വാതിലിന്റെ ജോലി വെറുതെ എന്ന് ആലോചിച്ച് ചോദിക്കാം. നമ്മുടെ ഇവിടെ ഈ ഇതൊന്നുമില്ല, പടിഞ്ഞാറ് ഒറ്റ വാതിലേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. നമ്മൾ ഇത്രയും പേര് അകത്തിരിക്കുക. ആ വാതിലിന്റെ ജോലി എന്നാ? സ്നേഹിതരെ, ആ വാതിലറിയാതെ അകത്തിരിക്കുന്ന ആരെങ്കിലും പുറത്തു പോകും? ആരും പുറത്തു പോവില്ല. ആ വാതിലറിയാതെ പുറത്തുള്ള ആരെങ്കിലും അകത്തു വരുമോ? വാതിലിന്റെ ജോലി അതാണ്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ആടുകളുടെ നല്ല വാതിലാണ്, ഞാൻ അറിയാതെ ഒരുത്തരും അകത്തേക്കും ഞാൻ അറിയാതെ അകത്തുള്ള ഒരുവനും പുറത്തേക്കും പോകില്ല. സ്നേഹിതരെ, ഞാൻ പറയും, നോഹ തന്റെ കുടുംബത്തിന്റെ നല്ല വാതിലായിരുന്നു. അദ്ദേഹത്തിന്റെ വെല്ലുവിളികൾ എന്തായിരുന്നുവെന്നോ, ആ കാലം എല്ലാ തരത്തിലുമുള്ള അതിക്രമങ്ങളും, പ്രത്യേകിച്ച് വേദപുസ്തക ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ പോലെയുള്ള ചിന്തിക്കുവാൻ പോലും പാടില്ലാത്ത ലൈംഗിക അരാജകത്വങ്ങൾ പോലും ഉണ്ടായിരുന്ന ഒരു കാലത്ത് നോഹ നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളി, തന്റെ കുടുംബത്തിലുള്ള ഒരുവനും ഈ ലോകത്തിന്റെ അതിക്രമങ്ങളിലേക്ക് പോകാൻ പാടില്ല. He was making sure that no one among my family, no one from my family should go out to those evils. ഒരു തിന്മയിലേക്കും പോകാൻ പാടില്ല. രണ്ടാമത്തെ വെല്ലുവിളി എന്തെന്നോ ലോകത്തിലുള്ള ഒരുവനും ഒരു തിന്മയും, അല്ലെ? 2 രീതിയിലാണല്ലോ തിന്മ വരാവുന്നത്. ഒന്നിൽ ഇവിടെയുള്ളവൻ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അവിടെയുള്ളവൻ ഇങ്ങോട്ട് വരണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു പെട്ടകം തീർത്തു. പെട്ടകം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കളിയാക്കി. പക്ഷെ വെള്ളം പൊങ്ങുമ്പോ എന്നായി?
ഇവിടെയൊക്കെ വെള്ളം കയറുമോ? വെള്ളം കയറുന്നില്ല അല്ലേ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വെള്ളം കയറും. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിന്റെ ആ ഭാഗത്തൊക്കെ നല്ലതായിട്ട് വെള്ളം കയറും. വീട്ടില് അധികം കയറിയിട്ടില്ല. എങ്കിൽ പോലും വെള്ളം കയറുമ്പോൾ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അല്ലേ? ചുമ്മാ അടുക്കളയിലൊക്കെ വെള്ളം കയറണമെന്ന് വിചാരിച്ചോ? അപ്പൊ നമ്മൾ ആദ്യം സാധനങ്ങളൊക്കെ ഇച്ചിരി പൊക്കി വെക്കും. കസേരയുടെ മണ്ടയ്ക്കോ സ്റ്റൂളിന്റെ മണ്ടയ്ക്കോ ഫ്രിഡ്ജൊക്കെ കൊരണ്ടിയുടെ പുറത്തൊക്കെ പൊക്കി വെക്കും. ചിലപ്പോൾ 4 കൊരണ്ടിയൊക്കെ ഇട്ട് അവിടെ വെള്ളം കയറി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇത് പൊക്കി പാതകത്തിന്റെ പുറത്ത് കയറ്റി വെക്കും. അവിടെ വരെ വെള്ളം വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ. അവിടെ വരെയും വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും? ഇത് വീടിന്റെ പുറത്ത് മേളത്തെ നിലയിലോട്ട്. അങ്ങനെയാണ് എപ്പോഴും ഈ വെള്ളപ്പൊക്കത്തിന് നമ്മൾ രക്ഷപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഇവിടെ വെള്ളം കയറില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. നോഹയുടെ കാലത്തും ജനങ്ങൾ ഇങ്ങനെ നോഹയെ കളിയാക്കി കാണും. പക്ഷേ വെള്ളം പൊങ്ങി 1, 2, 3 ദിവസമല്ല, 40 ദിവസം തുടർച്ചയായ മഴ. വെള്ളം പൊങ്ങിയാണ്. ഓരോ ഉയർന്ന സ്ഥാനങ്ങൾ തേടിപ്പോയി അവസാനം അവർക്ക് മനസ്സിലായി പൊങ്ങി നിൽക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഈ പെട്ടകം മാത്രമേ ഉള്ളൂ. ഈ ജനമെല്ലാം ശ്രമിച്ചു കാണും ജീവരക്ഷയ്ക്കായിട്ട് എങ്ങനെയെങ്കിലും ഈ പെട്ടകത്തിനകത്ത് കിടക്കണം. പക്ഷേ സ്നേഹിത, നോഹയാണ് ആ പെട്ടകത്തിന്റെ വാതിൽ. നോഹയാണ് ആ പെട്ടകത്തിന്റെ വാതിൽ. പുറത്തുള്ള ഒരു തിന്മയ്ക്കും ഈ രക്ഷിത ഗണത്തിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അർഹതയില്ല. പെട്ടകത്തിന്റെ വാതിൽ ആരടച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുക? യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. നോ, യു ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ. നിനക്കകത്തേക്ക് പ്രവേശനമില്ല. നോഹ ഇങ്ങനെ കുടുംബത്തിന്റെ നല്ല വാതിലായി നിൽക്കുകയാണ്. കുടുംബത്തിന്റെ രക്ഷ എന്നുള്ളതാണ് അവന്റെ കർത്തവ്യം. സ്നേഹിത, സന്ധിയിൽ നോഹയുടെ ജീവിതത്തോട് ചേർന്ന് ഇത്രമാത്രമൊന്ന് ചിന്തിക്കാം. നിന്റെ കുടുംബത്തിന്റെ നല്ല വാതിലാകുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തെ സംരക്ഷണം ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹിതരെ, നമ്മൾ ഈ കാലത്തെയൊക്കെ വല്ലാതെ കുറ്റം പറയാറുണ്ട്. ഈ കാലം കെട്ട കാലമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുമാത്രം അധർമ്മങ്ങളും അതിക്രമങ്ങളുമാണെന്നോ. ഞാനും നിങ്ങളുമൊക്കെ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഇതിൽ പലതും നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് കടന്നു വരുവാനും ഒക്കെ സാധ്യതകളുള്ളൊരു കാലമാണിത്. ഞാൻ ഈ നാളുകളിൽ പത്തനംതിട്ടയിലെ ഭദ്രാസനത്തിന്റെ കൗൺസിലിംഗ് സെന്ററിന്റെ ഒരു ചെറിയ ചുമതല എനിക്കുണ്ട്. ഭാഗ്യത്തിനോ ഭാഗ്യക്കേടിനോ എൻ്റെ ഫോൺ നമ്പറാണ് ഇതിനകത്ത് അപ്ഡേറ്റ് അയക്കുന്നത്. ഈ സെന്ററിന്റെ ഫോൺ നമ്പറിന്റെ കൂടുതൽ ഗൂഗിളിൽ അടിക്കുമ്പോൾ എൻ്റെ നമ്പർ കയറി വരും. എനിക്ക് ഒരു ദിവസം ശരാശരി കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 5 ഫോൺ കോളുകളെങ്കിലും വരും. ഒരു പരിചയമില്ലാത്തവരാണ് വിളിക്കുക. കൗൺസിലിംഗ് സെന്റർ പത്തനംതിട്ട എന്ന് അടിക്കുമ്പോൾ വരുന്ന ഫോണുകളാണ്. വിളിക്കുന്നതിൽ ഒരു 80% കുടുംബ പ്രശ്നങ്ങളാണ്. ഈ കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയ്ക്ക് ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ, 2 കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരാൾ പറയുകയാണ്, അവിടെ ഒരു കോളേജ് അധ്യാപികയാണ്. ഒരു കോളേജിലെ അധ്യാപികയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായ ഒരു കോളേജ് അധ്യാപിക പറയുകയാണ്, പൈസ ഇല്ലാത്തോണ്ടൊന്നുമല്ല കേട്ടോ, നല്ല പണമുള്ളവരാണ്, ഇനിയും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുകയില്ല. പിള്ളേരൊക്കെ 3 പിള്ളേരുണ്ട്, പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുകയില്ല. വി ആർ ഗോയിങ് ടു ബി ഡിവോഴ്സ്ഡ്. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇനി എങ്ങനെയും ഒന്ന് വിവാഹമോചനം നേടണം. വേറൊരാൾ 4 മക്കളുണ്ട് അവർക്ക്. അവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി. പിള്ളേരൊക്കെ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നവരാണ്. അവരും പറയുന്ന ഇതേ ഉള്ളൂ, ഇനി പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. വേറൊരു കേസ്, ഇത് ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കുമ്പോൾ മനസ്സിലേക്ക് വന്നതുകൊണ്ട് ഷെയർ ചെയ്യുകയാണ്. അതൊരു 1-2 മാസമായി ഒരു സ്ത്രീ എന്നെ വിളിച്ചു. ഞാൻ യാത്രയിലായിരുന്നു. വിളിച്ച് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഒരു ഗൾഫ് നമ്പർ ആയിരുന്നു, ദുബൈയിലെ ഒരു നമ്പറാണ്. എന്നോട് എടുത്ത് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഇത് കൗൺസിലിംഗ് സെന്ററിലെ സാറല്ലേ? ഇതാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനാണ്. ആരാ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നൊരു സ്ത്രീയാണ്. അവരിങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അവര് വിദേശത്ത് ദുബൈയിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവരുടെ മകൻ നാട്ടിലുണ്ട്. അന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് അവനൊരു ബ്ലേഡ് എടുത്ത് ഇവിടെ വരെ അങ്ങ് മുറിച്ചു. കൈയുടെ ഈ മുട്ട് തൊൽ താഴെ വരെ ഒന്നല്ല, ഇങ്ങനെ അങ്ങ് മുഴുവൻ അങ്ങ് മുറിച്ചു. അപ്പൊ ഇവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവരിങ്ങനെ പരവേശപ്പെട്ട് ഒന്നും പറ്റിയില്ല, ഡീപ്പ് അല്ലായിരുന്നു, അതുകൊണ്ട് പയ്യനൊന്നും പറ്റിയില്ല. അവർ വിളിച്ചതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യനെ എനിക്ക് കാണുവാൻ അവസരം കിട്ടി. ഇവരുടെ സഹോദരി ഈ പയ്യനെയും കൊണ്ട് സെന്ററിൽ വന്നപ്പോൾ ഞാനൊന്ന് കണ്ടു. ഇവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് അവനെ കുറ്റം പറയാനൊന്നും തോന്നിയില്ല. അവൻ പറയുകയാണ്, ഫാദറെ, വീട്ടിലെ സാഹചര്യം വല്ലാതെ മോശമാണ്. അമ്മയ്ക്ക് വീട്ടിൽ നിവൃത്തിയില്ലേ ഞങ്ങൾക്ക്. അമ്മ പുറത്തു പോയേക്കാണ്. അവന്റെ പ്രശ്നം പ്രേമനൈരാശ്യമാണ് കേട്ടോ. പ്രേമനൈരാശ്യമാണ് അവന്റെ പ്രശ്നം.
അവൻ പറയാണ്, അമ്മ വീട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുറത്ത് പോയേക്കുക. അച്ഛൻ്റെ ഓട്ടോറിക്ഷ ഓടിക്കും, ഭയങ്കര കള്ളുകൂടിയാ. രാത്രി എപ്പോഴാണ് വന്ന് കിടക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. രാവിലെ ഞാൻ പോയി കഴിഞ്ഞിട്ട് അച്ഛൻ എഴുന്നേക്കത്ത് പോലും ഉള്ളൂ. ഒരു ചേട്ടനുണ്ടായിരുന്നു, കോവിഡിന്റെ സമയത്തൊക്കെ അവൻ വീട്ടിലുണ്ടായിരുന്നു. അവൻ കോവിഡൊക്കെ മാറിയപ്പോഴും അവൻ എറണാകുളത്ത് കണ്ടിട്ട് ജോലിക്ക് പോയി. ഇവൻ പറയുകയാണ്, ഞാൻ +1 പഠിച്ചപ്പോഴാണ് +2 പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, ഒരു ക്രിസ്ത്യാനി കൊച്ചാണ്, അവളെ പരിചയപ്പെട്ടത്. ഞങ്ങൾ തമ്മിൽ ഒത്തിരി സംസാരിച്ചു, ഫ്രണ്ട്സ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഇഷ്ടമായിട്ട് അവൻ പച്ചയ്ക്ക് അങ്ങ് പറയാ. വിമനിപ്പം +2 ആയി. അപ്പം ഈ കൊച്ച് +2 ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി TC മേടിക്കാൻ തിരിച്ചു വന്നപ്പം പറഞ്ഞു, എടാ പപ്പ സമ്മതിക്കത്തില്ല, നമ്മുടെ ബന്ധത്തെ നമുക്കങ്ങ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇവൻ പറയാണ്, ഇവൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഫാദറെ ഞാൻ ആകെ സംസാരിച്ചിരുന്ന അവളോടാ, അവളും കൂടെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല. എന്തിനാ ജീവിക്കുന്നതെന്ന് വിചാരിച്ച് അറിയാതെ അങ്ങ് മുറിച്ചു പോയത്. സ്നേഹിതരെ, ഞാൻ ഈ പറഞ്ഞൊരു സംഭവം ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ചാൽ ആരാണ് ഇതിന് കുറ്റക്കാരൻ? ഞാൻ എപ്പോഴും ഓർക്കാറ്, പ്രത്യേകിച്ച് ഞാൻ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ അല്പം ഇടപെടുന്ന ഒരാളെന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. ഭവനത്തിനുള്ളിൽ ആവശ്യത്തിന് സ്നേഹം ലഭിക്കാതെ വരുന്ന ഇടങ്ങളിലാണ്, സ്നേഹം ലഭിക്കുമെന്ന് തോന്നുന്ന ഇടങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. ഒരുമാതിരി നല്ല ശതമാനം, അല്ലാത്തവരും ഉണ്ട് കേട്ടോ. വീടിനുള്ളിൽ സ്നേഹിത, നിന്റെ മക്കൾക്കായി നിനക്ക് സമയം ചെലവഴിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നേ, അന്താരാഷ്ട്ര കാര്യങ്ങൾ മുഴുവൻ അറിയാം അല്ലെ? ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് അറിയാം, ഉക്രൈനിലെ യുദ്ധത്തെ കുറിച്ച് അറിയാം, എല്ലാറ്റിനെ കുറിച്ച് നമുക്ക് അറിവുണ്ട്. കേരളത്തിലെ മന്ത്രിസഭയെ കുറിച്ച് അറിയാം, എല്ലാറ്റിനെ കുറിച്ചും അറിയാം. പണ്ട് കർത്താവ് ഫിലിപ്പോസിനോടൊരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാമോ? ഫിലിപ്പോസേ, ഇത്ര കാലം എൻ്റെ കൂടെ ഉണ്ടായിട്ടും നീ എന്നെ ഒന്ന് അറിയുന്നില്ലല്ലോ. സ്നേഹിതരെ, നമ്മുടെ ഭവനങ്ങളിൽ ഈ ശബ്ദം ഇന്ന് ഉയരുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്നവർക്ക് പരസ്പരം അറിയുവാൻ സാധിക്കുന്നില്ല എന്നൊരു സങ്കടം. എന്നോട് ക്ഷമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നുണ്ട്, നമ്മുടെ പങ്കാളികൾ ഭാരപ്പെടുന്നുണ്ട് അല്ലേ? നമ്മുടെ ഭാര്യമാരൊക്കെ പറയുന്നുണ്ടെന്ന്, അച്ഛാ ഇത്ര കൊല്ലമായിട്ട് അച്ഛൻ എന്താ എന്നെ ഒന്നും മനസ്സിലാക്കാത്തത് അല്ലേ? തിരിച്ചുകൊണ്ട് കേട്ടോ, നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളോട് പറയുന്നുണ്ട്, എടി ഇത്രയും കൊല്ലമായിട്ട് നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. സ്നേഹിതരെ, നമുക്ക് കുറച്ചും കൂടെ ഗൗരവമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ഒന്നെടുക്കാം. കുറച്ചും കൂടെ ഗൗരവമായിട്ട് ഒരു തിന്മ ഇങ്ങനെ 2 കൈയും നീട്ടി നമ്മുടെയൊക്കെ ഇടങ്ങളിലേക്ക് കടന്നു വരുവാൻ തയ്യാറായിട്ടിരിപ്പുണ്ട്. സ്നേഹിത, നിന്നെ വിളിച്ചിരിക്കുന്നത് ഈ തിന്മയെ നിന്റെ കുടുംബത്തിൽ നിന്നും തട്ടിയോടിക്കുവാനാണ്. ചിലതൊക്കെ വേണ്ട എന്ന് വെക്കാൻ സാധിക്കണം, ചിലതിനോടൊക്കെ ഒരു ബിഗ് നോ പറയാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടിനുള്ളിൽ എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, പണ്ട് കാലത്തൊക്കെ ഒരു 10, 25, 28 വയസ്സായി വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരു പുരുഷനും സ്ത്രീയും അറിയേണ്ട പല കാര്യങ്ങളും ഇന്ന് 12ാമത്തെ വയസ്സിൽ തിരിച്ചറിവിന്റെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പത്തനംതിട്ടയിലെ ഒരു സ്കൂളിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? അവിടുത്തെ പെൺകുട്ടികൾ സ്ഥിരമായിട്ട് ടോയ്ലറ്റിൽ പോവുകയാണ്. ഒരു ദിവസം പല പ്രാവശ്യം ടോയ്ലറ്റിൽ പോവുകയാണ്. അന്വേഷിച്ച് ചെന്നപ്പോൾ എന്താണെന്നറിയാമോ? ആ ടോയ്ലറ്റിൽ വെച്ച് ചില ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്, ചില വസ്തുക്കൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് സ്വീകരിക്കുവാനും അതിന്റെ ബിസിനസ്സിന് വേണ്ടിയാണ് പോകുന്നത്. ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, കുറച്ചും കൂടെ ഗൗരവമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ എടുക്കണം. കർത്താവ് ശിഷ്യന്മാരെ അയച്ചില്ലേ? ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. നമ്മുടെ ബോബി ജോസ് അച്ഛൻ ഇതിനൊരു നല്ല വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, ശിഷ്യന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ എടാ നമുക്ക് ബാക്കിയൊക്കെ പിന്നെ ശരിയാക്കാം, ഈ ലോകമൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം. ആദ്യം നീ നിന്റെ സ്വന്തം വീട്, നിന്റെ സ്വന്തം ഇടം നീ ആദ്യം ഒന്ന് നേരെയാക്കുക. സ്വന്തം ഇടങ്ങൾ. സ്നേഹിതരെ, ഈ വർഷത്തെ നമ്മുടെ ഈ കൺവെൻഷൻ യോഗങ്ങൾ, നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ട്, കുറച്ചൊക്കെ വീട്ടിൽ വഴക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. എന്താണെന്നറിയാമോ? പപ്പായുടെയും മമ്മിയുടെയും കൂടെ ഒരു യാത്ര പോകാൻ കുറച്ചൊന്ന് വഴക്ക് കേട്ടാം. ചെറിയ യാത്രകളാകണം, ചെറിയ സംസാരങ്ങളാകണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്.
നിങ്ങളോട് അഭിപ്രായങ്ങൾ തേടാനുണ്ട്, പറയാനുണ്ട്. ചില മാതാപിതാക്കൾ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, ചില മാതാപിതാക്കളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലേ നോക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടുതലായിട്ട് പറയുന്നത്. ചില നിർബന്ധങ്ങൾക്കൊക്കെ ഈ കുഞ്ഞുങ്ങളെ അവരുടെ പഠനത്തിലൊക്കെ വിടും. സ്നേഹിതരെ, ഒന്ന് കേൾക്കാൻ സാധിക്കണം, അവരുടെ ആഗ്രഹം അറിയാൻ സാധിക്കണം. ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ടാണ് അധികം അവരെ അഡ്രസ്സ് ചെയ്യാത്തത്. തിരികെയുമുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് താല്പര്യങ്ങളുണ്ട്, അറിയുവാൻ സാധിക്കണം. ഇതിനൊക്കെ ഈ ഒരുമിച്ചുള്ള ഒരു 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 എന്നാ പറയുന്നത്, ഒരു സമയം, ഒരിടം, ഈ ഇടം നമുക്കുണ്ടാകണം. ഞാൻ ചുരുക്കുകയാണ് രണ്ടാമത്തെ കുറിപ്പ്. നോഹ ധനികനും നിഷ്കളങ്കനും നീതിമാനും ഒക്കെ ആയിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ഹി വാസ് എ ഫാമിലി മാൻ. അദ്ദേഹം ഒരു കുടുംബസ്ഥനായ, കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെ, സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു മനുഷ്യനായിരുന്നു. ലോകത്താരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇങ്ങനെ ഒരു പെട്ടകം പണിയുക എന്ന് പറയുന്നത്? ഏത് ദൈവം പറഞ്ഞാലും. പക്ഷേ ഹി വാസ് റെഡി ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി. അതിനു വേണ്ടിയിട്ട് ഒരു പെട്ടകം പണിയുന്നു. ആ പെട്ടകത്തിലുള്ള വാസത്തിന്റെ പൂർണ്ണതയാണ് അയാൾ ദൈവസന്നിധിയിൽ കഴിച്ച കാഴ്ച എന്ന് പറയുന്നത്. വെറുതെ ഒരു കാഴ്ച കഴിക്കുകയല്ല, അത്രയും എഫർട്ട് എടുത്തതിന് ശേഷമാണ് അയാൾ ആ കാഴ്ച കഴിക്കുന്നത്. രണ്ടാമത്തെ കുറിപ്പിനെ അവസാനിപ്പിക്കുകയാണ്. നോഹയുടെ കാഴ്ച കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തവന്റെ കാഴ്ചയാണ്. ഹാബേലിന്റെ കുഞ്ഞാട് ഉത്തമ യാഗാർപ്പകന്റെ കുഞ്ഞാടായിരുന്നുവെങ്കിൽ നോഹയുടെ കാഴ്ച കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തവന്റെ കാഴ്ചയാണ്. മൂന്നാമത്തെ ആളാരാണ്? ഹാബേലിൻ കുഞ്ഞാടും മൂന്നാമത്തെ വ്യക്തി നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരാളാണ്. അയാളുടെ പേരാണ് അബ്രഹാം. അബ്രഹാമിന്റെ എന്താണ്? ബലി. ഒരു വാക്കുപോലും ആമുഖ ആവശ്യമില്ലാത്ത ഒന്നാണ് അബ്രഹാമിന്റെ ബലി. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അധ്യായങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് അബ്രഹാമിനെ കുറിച്ച് പറയാനാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. 11-ന്റെ അവസാനം അബ്രഹാമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും 12-ന്റെ 1-ലാണ് അബ്രഹാമിനെ കുറിച്ച് പ്രധാനമായി പറഞ്ഞു തുടങ്ങുക. യഹോവ ഒരു ദിവസം നോഹയോട് പറഞ്ഞതുപോലെ തന്നെ നേരം വെളുത്തപ്പോൾ അബ്രഹാമിനെ വിളിച്ചു. അവന്റെ പേര് അബ്രഹാം എന്ന് പോലുമല്ല, എന്താണ്? അബ്രാം എന്നാണ്. അബ്രാമിനെ വിളിച്ചു. എന്നാ പറഞ്ഞു? അബ്രാമേ എന്നാ പറഞ്ഞേ? നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ ഹാരാനിൽ താമസിക്കുമ്പോഴാണ് പറയുന്നത്, വളരെ ദൂരെയാണ്. അബ്രഹാം എന്ത് ചെയ്തു? പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, പാസ്പോർട്ട് മിസ്സായൊക്കെ എടുത്തു, പോയി. അല്ലെ, പാസ്പോർട്ട് മിസ്സായെന്ന് ചുമ്മാ പറഞ്ഞാണ്. അബ്രഹാം ഏടും കെട്ടും പറക്കി യാത്ര പോവുകയാണ്. നമ്മളോട് ആരുടെയും അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മളോട് പറയുകയാണെന്ന് വെറുതെ അങ്ങ് വിചാരിച്ചോ? നമ്മളിപ്പോ ഇവിടെ കടമ്പനാട് താമസിക്കുന്നവരല്ലേ, അല്ലേ? പറയാണ്, നാളെ രാവിലെ നേരം വെളുക്കുമ്പം ഇവിടുന്ന് നിങ്ങൾ ഭാര്യയും പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങ് രാജസ്ഥാനിലോട്ട് പോക്കോ, അല്ലെ അങ്ങ് യുപിയിലോട്ട് പോക്കോ, അങ്ങ് പഞ്ചാബില് ഗുജറാത്തിലോട്ട് പൊക്കോളാം. നമ്മൾ പോകുമോ? അല്ല, UK-യോ കാനഡയോ ഒക്കെ ആയിരുന്നു നമ്മൾ പിന്നെ ഇപ്പോഴത്തെ കാലത്തൊന്ന് നോക്കിയാലേ, അല്ലേ? ഇപ്പോഴങ്ങോട്ടാണല്ലോ നമ്മുടെ ഒരു കാലം, നമ്മുടെ ഒരു പോക്കിന്റെ. പോട്ടെ, അബ്രഹാമിന് പോകാൻ പറ്റുമായിരുന്നു, നമുക്ക് പോകാൻ പറ്റില്ല. അബ്രഹാമിന് പോകാൻ പറ്റുമായിരുന്നു. കാരണം അബ്രഹാം ആരായിരുന്നു? ഒരു നാടോടിയായിരുന്നു. പുള്ളി ഇങ്ങനെ ഒരു ദേശത്ത് നിന്ന് അടുത്ത ദേശത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ശരിക്കും അബ്രഹാമിന്റെ കഥയെന്ന് പറഞ്ഞാൽ ഇവന്റെ യാത്രയുടെ കഥയാണ്. അവൻ ഹാരാനിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോയി മിസ്രൈമിൽ പോയി, അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുകയാണ്, നടന്ന് എവിടോട്ടാണ് പോകുന്നത്? വാഗ്ദത്ത ദേശം, കനാൻ ദേശത്തേക്കാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് യഹോവ വിളിക്കും അബ്രഹാമേ, അബ്രഹാമേ എന്ന് പറഞ്ഞ് മേപ്പോട്ട് നോക്കി. അതുകൊണ്ട് ആ നക്ഷത്രം കണ്ടോ? ഞാൻ നിന്നെ അതുകൊണ്ട് ആ നക്ഷത്രത്തെ പോലെയാക്കും, ആകാശത്തിലെ നക്ഷത്രം പോലെയാക്കും. ഇത് കണ്ടോ? അവിടെ കിടക്കുന്ന മണൽ കണ്ടോ? ഞാൻ നിന്നെ ഈ മണൽ പോലെയാക്കും. അബ്രഹാം ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കും. എന്തോ ഈ പറയുന്നേ? ആകാശത്തിലെ നക്ഷത്രം പോലെ ആക്കും. ഒരു കുഞ്ഞു പോലും ഇല്ല. നക്ഷത്രം പോലെ നോക്കണ്ട, ഒരു കുഞ്ഞു പോലും ഇല്ല, ഒരു സന്താനമില്ല. പിന്നെയാണ് പറയുന്നത്, ദിവസവും രാവിലെ വിളിച്ചു പറയും മണലാക്കും, നക്ഷത്രമാക്കും, അല്ലേ? ഇങ്ങനെ സങ്കടപ്പെട്ട് ശോകമായിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം 2-3 ദൈവപുരുഷന്മാർ വന്നു, വീട്ടിൽ വന്നു, കൂടാരത്തിൽ വന്നു. വീട്ടിൽ കയറി സാറ നല്ല അപ്പവും
ചിക്കനും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കാണും അല്ലേ? നമുക്കറിയാലോ എന്താ, ഞാൻ ഇപ്പോഴത്തെ രീതിയിലങ്ങ് പറഞ്ഞതാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി സാറ, ഭക്ഷണം ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തു. ഇവർ കഴിച്ചു, തൃപ്തരായി. പോകാൻ നേരം ഇവർ അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ, എന്തു പറഞ്ഞു? അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും. അകത്ത് നിന്ന് സാറ അവിടെ കിടന്ന് കവിണ്ണു വീണ് ചിരി. ഇവന്മാരെന്തോ അറിഞ്ഞിട്ടായി പറയുന്നേ? ഇവിടെ പറയുന്നുണ്ട്, വേദോസ്തവത്തിൽ പറയുന്നുണ്ട്, സാറ അകത്ത് കിടന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു വൃദ്ധനാണ്, ഞാനൊരു വൃദ്ധയാണ്, പ്രസവിക്കുവാനുള്ള എൻ്റെ കഴിവൊക്കെ ഇല്ലാതെയായിരിക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെയാണ് അല്ലേ? പക്ഷെ അടുത്ത വർഷം കൃത്യസമയമായപ്പോൾ സാറ ഒരു മകനെ പ്രസവിച്ചു. അവൻ എന്തു പേരിട്ടു? ഇസഹാക്ക് എന്ന് പേരിട്ടു. ഇസഹാക്കിന്റെ വാക്കിന്റെ അർത്ഥം എന്നാ? ചിരി. ഈ ചിരിയാണ്. യഹോവ എനിക്ക് ചിരി വരുത്തി. സാറ മുല കൊടുക്കുമോ? സാറ ഇനി ആർക്കെങ്കിലും മുല കൊടുക്കാൻ പറ്റുമോ? വേദോസ്തവത്തിലെ വാക്കാണ്. യഹോവ എനിക്ക് ചിരി വരുത്തി എന്ന് പറഞ്ഞാണ് സ്വന്തം മകന് ഇസഹാക്ക് എന്ന് പേരിട്ട്. നോക്കൂ, അപ്പോൾ ഏതാണ്ട് 100 വയസ്സായപ്പോൾ അവർക്ക് ലഭിച്ച, അവരുടെ ആശയും ആവേശവും ഒക്കെയായി ലഭിച്ച വത്സല ഓമന മകനാണ് ഇസഹാക്ക്. അങ്ങനെ അവരുടെ യാത്രയങ്ങ് കനാനിലെത്തി, വാഗ്ദത്ത ദേശത്തെത്തി. ഒരു ദിവസം നേരം പുലർന്നപ്പോൾ വീണ്ടും യഹോവ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, എന്ത്? നിന്റെ ഏകജാതനായ മകനെ എനിക്ക് ബലി കഴിക്കണം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ കാലയിലോ കയ്യിലോ ഒരു മുള്ളു കൊണ്ടാൽ, ഒരു തുമ്മൽ വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, ഒന്ന് ഛർദ്ദിച്ചാൽ അല്ലേ, നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ നമുക്കൊക്കെ അറിയാം. അപ്പോഴാണ് പറയുന്നത്, 100ാമത്തെ വയസ്സിൽ ലഭിച്ച മകനെ ബലി കഴിക്കണം. സങ്കടമൊക്കെ ഉണ്ടായി കാണും. പക്ഷെ അബ്രഹാം ഈ മകനെയും കൊണ്ട് പോവുകയാണ്. കഥയറിയാം. അങ്ങ് മോറിയായിൽ ചെന്നു. ബലിയുടെ വക്കോളം എത്തിയപ്പോഴാണ് ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന ശബ്ദവും അവിടെ മുൾപ്പടർപ്പിൽ കുരുങ്ങിക്കിടന്ന ഒരു കോലാട്ട് കൊറ്റനെ ലഭിച്ച് അതിനെ യാഗം കഴിക്കുന്നതും. സ്നേഹിതരെ, ഇതാണ് പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ ബലി. ഈ പഴയ നിയമ അബ്രഹാമ്യ ബലിയെ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1ഉം 2ഉം അല്ല, ഒരുപാട് വാക്കുകളിലാണ് എബ്രായ ലേഖനകർത്താവ് അവിടെയും വർണ്ണിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ 2 വാക്യങ്ങൾ മാത്രം ഈ സന്ധിയിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എബ്രായ ലേഖനം 11ാം അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, 9ാം വാക്യം ഞാനങ്ങ് വായിക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ എടുത്ത് അവൻ യാത്ര ചെയ്തു. യാത്രയുടെ അങ്ങേയറ്റത്ത് അവനൊരു മകനെ കിട്ടി. അവൻ ലക്ഷ്യസ്ഥാനത്ത് ചെന്നു. പക്ഷെ ലേഖനകർത്താവ് പറയുകയാണ്, അവൻ അങ്ങ് ചെന്നിട്ട്, അവൻ വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ടും അവൻ എവിടെ പാർത്തു? കൂടാരങ്ങളിൽ പാർത്തു. ഏത് നിമിഷവും അഴിച്ചുകൊണ്ടു പോകാവുന്ന ഒരു കൂടാരത്തിൽ അവൻ പാർത്തുകൊണ്ട് ഇനിയും അവൻ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവം ശില്പിയായുള്ളതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുകയാണ്. സ്നേഹിതരെ, അബ്രഹാമിന്റെ ബലിയെ എബ്രായ ലേഖനം വിളിക്കുന്ന പേര് ദൈവം ശില്പിയായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നവന്റെ ബലി എന്നാണ്. ദൈവം ശില്പിയായ ഒരു നഗരത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അവനാണ് ഈ ബലിയർപ്പിക്കുവാൻ തയ്യാറായത്. സ്നേഹിതരെ, ഉൽപ്പത്തി 12:1 അബ്രഹാമിനെ വിളിക്കുന്ന ആ നിമിഷം മുതൽ ഇങ്ങ് എബ്രായ ലേഖനത്തിൽ അവൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്ന സമയം വരെ അബ്രഹാമിന്റെ ജീവിതത്തിന് ഒറ്റ സന്ദേശമേ ഉള്ളൂ. എന്തെന്നോ? അബ്രഹാം പറയുകയാണ്, അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, അബ്രഹാമേ, നീ ആയിരിക്കുന്ന ഇടം നിന്റേതല്ല. നീ ആയിരിക്കുന്ന ഇടം നിന്റേതല്ല. ഹാരാനിൽ വെച്ച് പറഞ്ഞു, പോകൂ, വാഗ്ദത്ത ദേശത്തേക്ക് പോകൂ. വാഗ്ദത്ത ദേശത്ത് ചെന്നപ്പോഴും അവൻ കാത്തിരിക്കുകയാണ്. ഇതല്ല എന്റെ ഇടം, എനിക്ക് ആ ഒരിടമുണ്ട്. ദൈവം ശില്പിയായ അടിസ്ഥാനങ്ങളുള്ളതായ ഒരിടമുണ്ട്. അതിനുവേണ്ടി അവൻ തലമുറകളോടുകൂടെ കാത്തിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനം പറയുകയാണ്. സ്നേഹിത, അബ്രഹാം ഒരു വലിയ സൂചനയായി, ദൃഷ്ടാന്തമായി നിലകൊള്ളുകയാണ്.
എന്നോട് ക്ഷമിക്കണം. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് നാം ആയിരിക്കുന്ന ഈ ഇടം നമ്മുടെ സ്ഥിര ഇടമാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ്. എക്കാലത്തേക്കും ഞാൻ ഇവിടെ ആകേണ്ടവനാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മളോട് അബ്രഹാം പറയുകയാണ്, മകനെ മകളെ, നീ ഓർത്തുകൊള്ളണം, നീ ആയിരിക്കുന്ന ഇടം നിന്റേതല്ല. The place you belong to is not your place. നീ ആയിരിക്കുന്ന ഇടം നിന്റേതല്ല. ഏതു നിമിഷവും യാത്ര അവസാനിപ്പിച്ച് ഇനിയും ശ്രേഷ്ഠമായ ഒരിടത്തിലേക്ക് നീ കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരുക്കമായിട്ട് സ്നേഹിത നിന്റെ ജീവിതത്തെ മാറ്റുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ നാളുകളിൽ ഈ സന്ദേശം പറയുന്നത് നല്ല ബോധ്യത്തോടുകൂടെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിലും ഞാൻ ഈ അടുത്ത നാളുകളിൽ അനുഭവിച്ച, ഞാൻ അങ്ങ് ഉള്ളത് പറഞ്ഞാൽ മരണത്തിന്റെ അങ്ങേ അറ്റത്ത് ചെന്നവനാണ് ഞാൻ. എനിക്കൊരു വലിയ അപകടം ഉണ്ടായി. ഞാനിങ്ങനെ മുഖാമുഖം കണ്ടതാണ് മരണത്തെ. ഈ അകത്തേക്ക് പോയ നമ്മുടെ ശ്വാസം ഉണ്ടല്ലോ, ഈ അകത്തേക്ക് പോയ ശ്വാസം പുറത്തേക്ക് വന്നില്ലെങ്കിൽ നമ്മളില്ല. ഓർത്തുകൊള്ളണം, our life is just an interval between the breaths. ഈ രണ്ട് ശ്വാസങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ഇടവേള മാത്രമാണ് ജീവിതം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഏത് മനുഷ്യനും നിവർന്നു നിന്നാൽ it is just a breath. അതൊരു ശ്വാസം മാത്രമാണ്. സ്നേഹിത, അബ്രഹാമിന് സ്വന്തം മകനെ പോലും കൊടുക്കുവാൻ ധൈര്യമുണ്ടായതിന് കാരണം അത് മാത്രമാണ്. അവൻ തിരിച്ചറിയുകയാണ്, ഞാൻ വല്ലാതെ എൻ്റെ മകനുമായി, എൻ്റെ ഭാര്യയുമായി, എൻ്റെ സമ്പാദ്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവൻ തിരിച്ചറിയുകയാണ്, ഇതൊന്നും എന്റേതല്ല. നമ്മുടെ പാമ്പാക്കുട പുസ്തകത്തിൽ ഒരു വിശ്വാസി ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞ് ചില സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊരു വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ഓർക്കേണ്ട 4 കാര്യങ്ങൾ എന്താണെന്നറിയാമോ? 1, മരണമുണ്ട്. എപ്പോഴും ഓർത്തിരിക്കണം, മരണമുണ്ട്. 2, ന്യായവിധിയുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ അതിന് തക്കതുപോലെ, തീയതാണെങ്കിൽ അതിന് തക്കതുപോലെ പ്രതിഫലം ലഭിക്കുന്ന, ഞാൻ പറഞ്ഞ വാക്കല്ല, കർത്താവ് പറഞ്ഞ വാക്കാണ്, പ്രതിഫലം ലഭിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. 3, സ്വർഗമുണ്ട്. 4, നരകമുണ്ട്. സ്നേഹിതരെ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരുക്കത്തോടെ ജീവിക്കാം, കുറച്ചും കൂടെ ഒന്ന് ഒരുങ്ങി ജീവിക്കാം. പരിശുദ്ധനായ പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ ആവർത്തിച്ചു പറയുന്ന ആശയങ്ങളിൽ ഒന്നാണ്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ചുകൂട്ടണം. എന്ത് കാലമാണ്? പ്രവാസകാലം. എന്താ ഈ പ്രവാസകാലം എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന പലരും പ്രവാസികളായിരുന്നു ഒരു കാലത്ത്. നമ്മളൊക്കെ വിദേശത്തൊക്കെ ജോലിക്ക് പോകും. നമ്മൾ ജോലിക്ക് പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴാണ്, ഈ UK US ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ മടങ്ങി വരാത്തത്. നമ്മൾ അതിനു മുമ്പ് പ്രവാസികളായി പോകുന്ന ഇടങ്ങളിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? കുറെ കാലം കഴിയുമ്പോൾ അല്ലേ, നമ്മൾ പാടും, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ ഈ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് എവിടേക്ക് മടങ്ങിപ്പോണം? എന്റെ സ്ഥിരമായ ഇടത്തേക്ക്. അവിടെ വെച്ച് സമ്പാദിക്കുന്നതും അധ്വാനിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങ് സ്ഥിരമായ ഇടത്ത് പോയി പാർക്കുമ്പോൾ അവിടുത്തെ ജീവിതം സുരക്ഷിതമാക്കുവാനാണ്. അതാണ് പ്രവാസ ജീവിതം. സ്നേഹിതരെ, ഓർത്തുകൊള്ളണം, നമ്മളായിരിക്കുന്ന ഈ ജീവിതം ഒരു പ്രവാസകാലമാണ്. ഏത് നിമിഷവും അവസാനിപ്പിച്ച് സ്ഥിരമായ ഒരിടത്തേക്ക് പോകേണ്ടവരാണ്. നമ്മളുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടത്തേക്കുള്ള ഒരുക്കമാക്കുവാൻ സാധിക്കണം. സ്നേഹിതരെ, ഓർത്തിരിക്കണം, എന്തെന്നോ, കർത്താവ് വരും, കർത്താവിനെയും വരും. നമുക്ക് പലപ്പോഴും സംശയമാണ്, കർത്താവ് വരുമോ? എപ്പോഴാ വരുന്നേ? ഞാൻ ചോദിച്ചോട്ടെ, നാളെ വന്നാലോ? അയ്യോ, മറ്റന്നാളത്തെ കല്യാണം അല്ലേ? നാളെ വന്നാൽ നമ്മുടെ മറ്റന്നാളത്തെ നമ്മുടെ കല്യാണമില്ലേ, നമ്മുടെ ബന്ധത്തിലുള്ള, എങ്ങനെയാ പോന്നേ? നമ്മൾ പലപ്പോഴും, എന്നോട് ക്ഷമിക്കണം കേട്ടോ, നമ്മൾ പലപ്പോഴും ഈ കർത്താവിന്റെ വരവ് എന്തോ ഭീകരമായ
നമുക്ക് ഭയത്തോടെ നമ്മൾ കാണുന്നത്. ഇതെല്ലാം അവസാനിപ്പിക്കുന്ന, എല്ലാ സ്വപ്നങ്ങളും നശിച്ചു പോകുന്ന, അങ്ങനെയല്ല. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയാറില്ലേ, വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ പട്ടക്കാരൻ പറയും, കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും. ഞാനത് ചൊല്ലുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും ഒക്കെ ഓർക്കാറുണ്ട്, എന്താ ഈ മുഖപ്രസന്നത? എന്താ ഈ മുഖപ്രസന്നത? ഞാനും തമ്പിയച്ഛനും പഴയ പരിചയക്കാരാണ്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് ഒത്തിരിയും കൊല്ലമായെന്ന് വിചാരിച്ചു. വെറുതെ വിചാരിച്ചാൽ മതി. കുറെ കൊല്ലമായിട്ട് ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ എന്നെ കണ്ടല്ലോ എന്നോർത്ത് തമ്പിയച്ഛന്റെ മുഖം പ്രസന്നമാകും. അയ്യോ, പ്രിൻസ് അച്ഛനെ കണ്ടല്ലോ എന്നോർത്ത് അച്ഛന്റെ മുഖം പ്രസന്നമാകും. തമ്പിയച്ഛനെ കാണുമ്പോൾ തമ്പിയച്ഛനെ കണ്ടല്ലോ എന്നോർത്ത് എന്റെ മുഖവും പ്രസന്നമാകും. പരസ്പരം ഞങ്ങളുടെ മുഖങ്ങൾ പ്രസന്നമായി. ഇങ്ങനെയും ചിന്തിക്കാം, ഓ, ഇങ്ങനെ കാണേണ്ട വന്നല്ലോ എന്ന് ഓർക്കാം അല്ലേ? അച്ഛനും ഓർക്കാം, ഓ, കുറെ നാളായിട്ട് സമാധാനം ഉണ്ടായിരുന്നു, ഇങ്ങനെ കാണേണ്ട വന്നല്ലോ. സ്നേഹിതരെ, രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ രണ്ട് അനുഭവങ്ങളും ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു തിരുമുൻപാകെയുള്ള മുഖപ്രസന്നത എന്ന് പറഞ്ഞാൽ, ആ ദിവസം എന്റെ കർത്താവ് ഏത് നിമിഷവും വരാം. അവൻ വരുന്ന സമയത്ത് എന്നെ കണ്ടല്ലോ എന്നോർത്ത് അവനെ കണ്ടല്ലോ എന്നോർത്ത് എനിക്കും ഉണ്ടാവുന്ന, അല്ലേ, മനോഹരമായ ഒരു വാക്കാണ് സുറിയാനിയിൽ ഗലിയു സാഫെ എന്നാണ്. അത് കേവലം ഒരു മുഖം വിടരുക എന്നൊന്നുമല്ല. അതങ്ങനെ അതിരറ്റ ഒരു സന്തോഷമാണ്, അതിയായ ഒരു ആഹ്ലാദമാണ്, ജീവിതത്തിലെ പരമമായ സന്തോഷമാണ്. അതുതന്നെയാകാം കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകുവാനെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട് കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ. പോയിക്കൊള്ളട്ടെ സ്നേഹിതരെ, അത്തരമൊരു അനുഭവത്തോടെ നമുക്ക് കർത്താവിനെ ഒന്ന് വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പറ്റും. കർത്താവ് വരുമെന്ന വിശ്വാസം ഉണ്ടാവണം, ഒരുക്കത്തോടെ ആയിരിക്കണം. ഈ നാം ആയിരിക്കുന്ന ഇടമല്ല സ്ഥിരമായ ഇടമെന്ന ബോധ്യമുണ്ടാകണം. അബ്രഹാം ദൈവം ശില്പിയായ ആ നഗരത്തിന് വേണ്ടി കാത്തിരുന്നവനാണ്. നമ്മോട് അവൻ പറയുന്നുണ്ട്, സ്നേഹിത, നീ ആയിരിക്കുന്ന ഇടം, നിന്റെ ബന്ധങ്ങൾ, നീ കരുതി വെച്ചത്, നിന്റേതെന്ന് നീ കരുതുന്നത്, ഇതൊന്നും നമ്മൾ പാടും, ഇതൊന്നും എന്റേതല്ല, നേടിയതൊന്നും എന്റേതല്ല എന്ന് പാടും. പക്ഷെ അത് ഒരു ജീവിത അനുഭവമായി നമുക്കൊന്ന് കുറിച്ചു വെക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ എബ്രായ ലേഖനത്തിൽ നിന്നും, അതിനേക്കാളുപരി നമുക്ക് വളരെയധികം പരിചയമായ ഒരു പാട്ടിൽ നിന്നും, ഹാബേലിന്റെ കുഞ്ഞാടും നോഹയുടെ കാഴ്ചയും അബ്രഹാമിന്റെ ബലിയും, എത്രയോ ആവർത്തി നാം പാടിയിട്ടുള്ള പാട്ടാണ്. ഇനിയും ആ പാട്ട് പാടുന്ന സമയത്ത് ആ പാട്ടിന് അർത്ഥമുണ്ടാകണമെങ്കിൽ, നാം വെറുതെ അധരം കൊണ്ട് ഇങ്ങനെ ജൽപ്പനമായിട്ട് കളയാതെ ആ പാട്ടിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഈ പാട്ട് പാടുന്ന സമയത്ത് ഓരോ വാക്കുകളും ഹൃദയത്തിലേക്കൊന്ന് എഴുതിയിടണം. കർത്താവേ, ഹാബേലിന്റെ കുഞ്ഞാട് എൻ്റെ ദൈവബന്ധത്തിന്റെ അടയാളമല്ലേ? എനിക്കും ഒരു ഉത്തമ യാഗാർപ്പകനായി നല്ല മനസ്സോടെ നിന്നെ ഒന്ന് കാണുവാൻ, ഉപാധികളില്ലാതെ നിന്നെ ഒന്ന് കാണുവാൻ നീ എന്നെ സഹായിക്കണമേ. നോഹയുടെ കാഴ്ച എൻ്റെ കുടുംബ ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു അടയാളമാണ്. കർത്താവേ, നോഹയെ പോലെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ജീവിക്കുവാൻ, കുടുംബത്തിന്റെ വാതിലാകുവാൻ, നാഥനാകുവാൻ, സംരക്ഷകനാകുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. അതിനുള്ള ബലം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അബ്രഹാമിന്റെ ബലി, എല്ലാം ഉണ്ടായിരുന്ന ധനികനായ അബ്രഹാം ഇരുകയും നീട്ടി ഇനിയും കാത്തിരിക്കുകയാണ് ഒരു വലിയ ഇടത്തിനായിട്ട്. കർത്താവേ, ഇതൊന്നും എന്റേതല്ല, നിന്റെ ദാനം മാത്രമാണെന്ന ബോധ്യത്തോടുകൂടെ ഒരുക്കത്തോടെ ആയിരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് അബ്രഹാം വെച്ച് നീട്ടുന്ന സൂചന. ഹാബേലിന്റെ കുഞ്ഞാടും നോഹയുടെ കാഴ്ചയും അബ്രഹാമിന്റെ ബലിയും. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിഷ്കരിക്കാം, അല്പമായിട്ടെങ്കിലും ജീവിതത്തെ ഒന്ന് പുതുതാക്കാം, ചില വെളിച്ചങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. സന്ധ്യയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.